ഹേ ഗായ്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നുണ്ടല്ലോ നന്ദുവിന് ഇവിടെ ലൈസൻസ് കിട്ടിയിട്ട് ആദ്യമായിട്ട് ഞാനും നന്ദുവും കൂടി ഒന്ന് പുറത്തു കേട്ടോ കാറിൽ. നമുക്കിവിടെ റെൻറ്റിന് കാറ് കിട്ടും. അപ്പം നമ്മൾ ഇന്നൊരു ദിവസത്തേക്ക് കാറ് റെൻറ്റിന് എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഒരുപാട് നാൾ അത് ഓടിക്കാതിരിക്കുമ്പം ഇവിടുത്തെ റൂൾസും കാര്യമൊക്കെ വ്യത്യാസമാണല്ലോ. അതൊന്നും മറന്നു പോകണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഇന്നൊരു കാറ് റെൻറ്റിന് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നന്ദു അവിടുന്ന് തിരിച്ചെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാനൊന്ന് പുറത്തോട്ട് ഇറങ്ങി നിൽക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ വൈഷുവിനെ കൊണ്ടുപോകുന്നില്ല, അവളെ സ്കൂളിൽ വിട്ടേക്കുക കേട്ടോ. അവളെ കൊണ്ടുപോകണമെങ്കിലും പ്രത്യേകം കാർ സീറ്റും ഒക്കെ വേണമല്ലോ. അതിന് നമ്മൾ പിന്നെ പ്രത്യേകം പേയ്മെൻ്റ് ഒക്കെ ചെയ്യണം. പിന്നെ ആദ്യമായിട്ട് നന്ദു ഒറ്റയ്ക്ക് ഇവിടെ വണ്ടി ഓട്ടിക്കുമല്ലേ, അപ്പോൾ ഒന്ന് ഞാനും നന്ദു മാത്രമേ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ വാവയെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ച്. ഇത് നമ്മളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ പാർക്കിംഗ് ഏരിയ കേട്ടോ. പക്ഷേ ഇവിടെ നമ്മുടെ വണ്ടി ആയാലും പാർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രത്യേകം പേയ്മെൻ്റ് ഒക്കെ കൊടുക്കണം. പിന്നെ കാർ റോഡിൻ്റെ രണ്ട് സൈഡിലും നമുക്ക് വേണം ഇങ്ങനെ പാർക്ക് ചെയ്യാം കേട്ടോ. അതും ചില ദിവസങ്ങളിലൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല, അതിനും എന്തോ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനാണ് കാറിലാണല്ലോ പോകുന്നതെന്ന് വെച്ചിട്ട് ഞാൻ ജാക്കറ്റൊന്നും ഇടാതാട്ടോ ഇറങ്ങിയ. കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ തൊപ്പി, ഗ്ലൗസ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ. നല്ല തണുപ്പും ഉണ്ടായിരുന്നു. പിന്നെ ഈ പുറയിൽ കാണുന്നത് ഇവിടുത്തെ ഒരു സ്കൂളാട്ടോ. ഇപ്പം പക്ഷേ വർക്കിംഗ് അല്ല, ക്ലോസ്ഡാണ്. ഇവിടെ എന്തോ റെനോവേഷനൊക്കെ നടക്കുക കേട്ടോ. പിന്നെ ഞാൻ കുറേ കഴിഞ്ഞപ്പോൾ ജാക്കറ്റൊക്കെ എടുത്ത് നിന്ന്, കാരണം ഭയങ്കര തണുപ്പായിരുന്നു. പിന്നെ ഈ ഒരു മരം നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഒരുവിധം വീഡിയോയിലെല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നി, ഈ അമ്മാവൻ മരം. ഇനിയിപ്പോൾ സ്പ്രിംഗ് സീസണൊക്കെ ആവാറായി, അപ്പോൾ ഇതിനകത്ത് നിറയെ ഇലയൊക്കെ ആവും കേട്ടോ. പിന്നെ ഈ ഒരു അപ്പാർട്ട്മെൻറ്റിലായിരുന്നു ഞങ്ങൾ നേരത്തെ താമസിച്ചിരുന്നത് കേട്ടോ. ഇപ്പം താമസിക്കുന്നതായി ഈ അപ്പാർട്ട്മെൻറ്റിലും. അതുകൊണ്ട് ഷിഫ്റ്റിംഗ് ഒക്കെ ഭയങ്കര എളുപ്പമായിരുന്നു കേട്ടോ. അവിടുന്ന് ഇങ്ങോട്ട് സാധനം കൊണ്ടുവരേണ്ട പാടേ ഉള്ളായിരുന്നു. അപ്പോൾ അതാ നന്ദു വന്നു കേട്ടോ. നീ പിന്നെ പറഞ്ഞ വോക്സ് വാഗൺ ആണെന്ന്. പക്ഷെ ഇത് കൊള്ളാമല്ല, ടൊയോട്ടയല്ലേ. എങ്ങനെയുണ്ട് ഓട്ടിച്ചിട്ട്? ഇത് വെക്കുവോ അങ്ങോട്ട് ബാക്കിലോട്ട്? ഞാനാണെങ്കിൽ കാറിലല്ലേന്ന് വെച്ചിട്ട് ഗ്ലൗസും തൊപ്പിയൊന്നും എടുക്കാതെ വന്ന് നിൽക്കുവാടോ. അയ്യോ, തണുത്ത് വിറങ്ങലിച്ചു പോയി. അത് ബാക്കി വെച്ചോ? എങ്ങനെ ഉണ്ടോ ഒറ്റയ്ക്ക് ഓടിച്ചിട്ട്? കുഴപ്പമില്ലേ? ഇതും കൂടി വെക്കോ? നീ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തായിരുന്നോ? അയ്യപ്പ, അത് എ സി ഒന്നും ഇട്ടിട്ടില്ലല്ലോ. ഇല്ലല്ലേ, ചൂടല്ലേ, ഹീറ്ററല്ലേ. എനിക്കെന്താ തുമ്മല് വരുന്നേ? ഇങ്ങനൊക്കെയാണോ? ഇവിടെ കുറെ വഴികളൊക്കെ കാണുന്നുള്ളു. ഇങ്ങനത്തെ റോഡിലൊക്കെ ഓട്ടിക്കുന്നതല്ലേ ഇഷ്ടം? ശരിക്കും പറഞ്ഞാൽ ഈ കാറിൽ കയറി കഴിഞ്ഞ് എനിക്ക് ഫുള്ള് ഡൗട്ടായിരുന്നു കേട്ടോ. ഓരോ സിമ്പിൾസും സിഗ്നൽസും ഒക്കെ വഴിയൊക്കെ കാണുമ്പോൾ അവിടെ നിർത്താൻ പറ്റുമോ, അങ്ങനെ പോകാൻ പറ്റുമോ, ഇങ്ങനെ പോകാൻ പറ്റുമോ, ആ വഴി പോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് നന്ദുവിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. കാരണം ഇവിടുത്തെ റൂൾസൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന് നന്ദു പറഞ്ഞാൽ എനിക്ക് കുറേയൊക്കെ അറിയാം. പിന്നെ നമ്മുടെ നാട്ടിലെ ആകുമ്പോൾ കുറേയൊക്കെ കാര്യങ്ങൾ നമുക്കും അറിയാമല്ലോ. പക്ഷേ ഇവിടുത്തെ ഒന്നും തന്നെ എനിക്ക് അറിയത്തില്ല, ഒരു കുന്തം അറിയത്തില്ലെന്ന് വേണേൽ പറയാം. പിന്നെ ഈ പോകുന്ന വഴിയൊക്കെ നന്ദു ഓരോന്ന് ഇങ്ങനെ കാണിച്ച് തന്നിട്ട് ഓരോ സിമ്പിൾസൊക്കെ എന്തിനാന്നുള്ളതൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെയും നന്ദുവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈ വഴി കൂടെ ഒക്കെ ഇങ്ങനെ ഡ്രൈവ് ചെയ്യണം എന്നുള്ളത്. കാരണം അത്ര ഭംഗിയാട്ടോ ഇവിടുത്തെ റോഡും ആ റോഡിൽ കൂടെ പോകുമ്പോഴുള്ള സൈഡ് വ്യൂ ഒക്കെ കാണാനായിട്ട്. ഇനി കൂടുതൽ ഭംഗി ഈ സ്പ്രിങ്ങിലും സമ്മറിലും ഒക്കെ ആട്ടോ. അതും ഇങ്ങനെ സൈഡിൽ ഫുള്ള് പൂക്കളൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിരിക്കും ഇവിടുത്തെ റോഡൊക്കെ കാണാനായിട്ട്. അപ്പോൾ അന്നൊക്കെ ഞങ്ങളിങ്ങനെ ബസ്സിലോ അല്ലെ ട്രെയിനിലൊക്കെ പോകുമ്പോൾ ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു, അയ്യോ ഇതുവഴി കാറിൽ പോയാൽ അടിപൊളിയായിരിക്കില്ലേന്ന്. നമ്മുടെ നാട്ടിലെങ്ങാണോ വരുന്ന വല്ല ചായക്കട ഉണ്ടായിരുന്ന ചായ കുടിക്കാറ്, ചായയും
ചായ നമ്മൾ കുടിക്കത്തില്ല, പക്ഷെ ഉള്ളിവടയും ഏത്തയ്ക്കാപ്പവും പരിപ്പോടൊക്കെ കഴിക്കായിരുന്നു നിർത്തി. നമ്മുടെ നാട്ടിൽ പിന്നെ മുക്കിന് കടയാണല്ലോ, ജ്യൂസ് കട ആയാലും കരിക്കും വെള്ളമെങ്കിലും കിട്ടും. ഇവിടെ നമുക്ക് അങ്ങനെ കുറേ നേരം ഡ്രൈവൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ അവസാനം കറങ്ങി തിരിഞ്ഞ് ഹില്ലി എത്തി കേട്ടോ. അപ്പോൾ എന്തായാലും പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞായിരുന്നു ഇറങ്ങിയത്. അപ്പം എന്തായാലും ഐക്യ ഇവിടെ അടുത്തായതുകൊണ്ട് അവിടെ കയറി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതാട്ടോ ഞങ്ങൾ റെൻറ്റിനെടുത്ത കാറ്. ആദ്യം ഞങ്ങൾ ബുക്ക് ചെയ്യാൻ നേരത്ത് വോക്സ് വാഗൺ ആയിരുന്നു തരാമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ചെന്നപ്പോൾ ഈ ടൊയോട്ടോയുടെ ഈ വണ്ടിയായിരുന്നു കേട്ടോ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ല വണ്ടിയായിരുന്നു കേട്ടോ, എനിക്കിഷ്ടമായി. പിന്നെ ഞങ്ങൾ ഐക്യ കയറി സ്ഥിരം ഞങ്ങൾ കഴിക്കുന്ന മീറ്റ് ബോൾസും എന്താ പറയുക സ്മാഷ്ഡ് പൊട്ടാറ്റോ ഒക്കെ ആട്ടോ കഴിച്ചത്. ശരിക്കും പറഞ്ഞാൽ വൈഷുവിനെ നല്ലപോലെ മിസ് ചെയ്തു കേട്ടോ. എനിക്കിനി അവളുമായിട്ട് ഈ കാറിൽ പോകുമ്പോൾ എങ്ങനെ അവൾ ഇരിക്കത്തില്ല, കാർ സീറ്റിലൊന്നും ഇരിക്കുമെന്ന് ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ. പക്ഷേ എന്തായാലും ഇരിക്കാതെ പറ്റത്തില്ലല്ലോ, അവളുമായിട്ട് എവിടെയെങ്കിലും പോണേ കാർ സീറ്റിലല്ലാതെ പറ്റത്തില്ല. നാട്ടിലൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ മടിയിലൊക്കെ ഇരുത്തി കൊണ്ടുപോയിട്ടുണ്ട് അവളെ, പക്ഷേ കാർ സീറ്റ് ഉണ്ടായിട്ട് അവൾ ഇരിക്കത്തില്ലായിരുന്നു നാട്ടിലായാലും. അപ്പോൾ ഇനി ഇവിടെ എങ്ങനെയാണെന്നുള്ളത് ഇനി ഒരു ദിവസം അവളുമായിട്ട് ഇനി റെൻറ്റിന് കാറൊക്കെ എടുത്തിട്ട് വേണം പോകാനായിട്ട്. പിന്നെ തിരിച്ച് ഞങ്ങൾ എംപോറിയയുടെ ഫ്രണ്ടിൽ കൂടെ ആട്ടോ പോയത്. ഇതൊക്കെ ശരിക്കും ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന കാര്യങ്ങളാട്ടോ. കാരണം ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം ഇവിടെ ഡ്രൈവ് ചെയ്യണം എന്നുള്ളത്. നന്ദുവിനാണ് ഡ്രൈവിങ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളും ആട്ടോ. അപ്പോൾ പിന്നെ കാറ് തിരിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ച് പെട്രോളൊക്കെ അടിച്ച് വേണമായിരുന്നു തിരിച്ചു കൊടുക്കാനായിട്ട്. ഇവിടെ പിന്നെ ഫുള്ള് സെൽഫാണല്ലോ, എങ്ങനെയായിരുന്നു എന്തുവാണെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അവിടെ ഒരാൾ നിൽപ്പുണ്ടായിരുന്നു, പിന്നെ അയാൾ പറഞ്ഞു തന്നു കേട്ടോ എങ്ങനെയായിരുന്നു പെട്രോൾ അടിക്കണ്ടേന്നൊക്കെ. അങ്ങനെ പിന്നെ തിരിച്ച് ഞങ്ങൾ നിരാലയിലെത്തി. നന്ദു എന്നെ അവിടെ വിട്ടിട്ട് കാറ് തിരിച്ചു കൊടുക്കാനായിട്ട് പോവുക കേട്ടോ. നാളെ രാവിലെ നമുക്ക് കൊടുത്താൽ മതി കാറ്, പക്ഷേ എങ്കിലും വൈകിട്ട് തന്നെ ഞങ്ങൾ കൊടുത്തു കേട്ടോ. അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാവേ. ബൈ.